എടുത്തുമ്പി എന്താ ചേട്ടാ? എടുത്തുമ്പി വെറുതെ വീട്ടിൽ കുത്തിരിക്കുന്നുണ്ട്, ബോർ അടിക്കുന്നുണ്ടല്ലേ? എനിക്ക് ബോറൊന്നും അടിക്കുന്നില്ല. പാവം ചേട്ടൻ ചമ്മി പോയി. ചേച്ചി ചേച്ചിക്ക് എന്ത് പറ്റി? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഓ ഒന്നും ഇല്ലടി. എടി കൺമണി. ഹായ് ശിവാനി ചേച്ചി, വന്നേ കളിക്കാൻ. ശിവാനി ചേച്ചി കളിക്കാൻ വന്നതാണോ? അതെ, ഞാൻ കളിക്കാൻ വന്നതാ. നമുക്കെന്നാ മുറ്റത്ത് പോയി കളിച്ചാലോ? ആ ശരി ശിവാനി ചേച്ചി. ചേച്ചി ഞങ്ങൾ മുറ്റത്ത് പോയി കളിച്ചോട്ടെ? ആ മുറ്റത്ത് പോയി കളിച്ചോ, ആരും തട്ടിക്കൊണ്ട് പോകാതെ നോക്കിയാ മതി. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ചേച്ചി. ചേച്ചി പേടിക്കണ്ട, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാവേ. ശരി ശരി. അമ്മ ശിവാനി ചേച്ചി നടക്ക്. ഓ രണ്ടെണ്ണം പോയി. അല്ല ഞാനും നിന്നോട് കുത്തിരിക്കുന്നേ. ആ അപ്പുറത്ത് ഇങ്ങനെ എഴുന്നേറ്റ് പോവാ, ബോറടിക്കുന്നു. കൺമണി നമ്മൾ എന്താ കളിക്കും? ശിവാനി ചേച്ചി വരാം, എന്താ കളിക്കണ്ടേന്ന്. ആഹാ കൺമണി, നീ ഇവിടെ എപ്പോ ഉണ്ടായിരുന്നു? ആഹാ ശിവാനി വന്നു. അല്ല മുറ്റത്ത് രണ്ടുപേരും പരിപാടി. ഓ ഞങ്ങള് വെറുതെ ഓരോന്നൊക്കെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ആരും തട്ടിക്കൊണ്ട് പോകാൻ സൂക്ഷിച്ചണം കേട്ടോ. ആരും വന്ന് എന്തോ സാധനം തന്നാലും വാങ്ങിക്കല്ല കേട്ടോ, ഓടി അകത്തോട്ട് കയറി എന്നാണ്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അകത്തൊന്നും കാണാത്തപ്പോ ഞാൻ പുറത്ത് കാണുമെന്ന് ഓർത്തിട്ട് ഇങ്ങോട്ട് വന്നത്. ആ നിങ്ങൾ കളിച്ചു, ഞാൻ പോവാ. ഞാനൊന്നും കളിക്കാൻ വരുന്നില്ല, ഞാനവിടെ പടം വരയ്ക്കുക. രസമൊക്കെ ഉണ്ട്, പക്ഷെ ചൂടെടുക്കുന്നുണ്ടല്ലേ. എനിക്ക് ചൂടെടുക്കുന്നില്ലല്ലോ. അതെന്തേലും ആട്ടെ. അതെന്താ കൺമണി ഒരു സൗണ്ട് കേട്ടെ? ചേച്ചി റോഡിൽ കൂടെ പോകുന്ന ബസ്സിന്റെ ഹോൺ. നമുക്ക് ചെന്ന് നോക്കിട്ട് വരാം, പെട്ടെന്ന് വാ. ആ ശരി, നമുക്കൊന്ന് ചെന്ന് നോക്കാം. ബോറടിക്കുന്ന മുറ്റത്ത്. അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോവാ. അയ്യോ ശിവാനി ചേച്ചി പ്ലീസ് പോവല്ലേ. ഞാൻ എന്തായാലും വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. കൺമണി മോളെ ഭയങ്കര വെയിലല്ലേ. കൺമണി മോളെ നീ എന്റെ വീട്ടിൽ കയറിക്കോ, ഞാൻ പോവാ. ശിവാനി ചേച്ചി പ്ലീസ് പോവല്ലേ. എനിക്ക് അയ്യോ ഭയങ്കര വെയില്, ഞാൻ പോവാ. ചേട്ടാ അയ്യോ ശിവാനി ചേച്ചി പോയി. ശിവാനി ചേച്ചി കാണുന്നില്ലല്ലോ. ആ മതിലിന്റെ സൈഡിൽ കൂടെ പോവായിരിക്കും, അത് എനിക്ക് കാണാതെ. ഞാൻ അകത്ത് കയറി പോട്ടെ. കൺമണി മോളെ, മോളെ കൺമണി മോളെ, ശിവാനി ചേച്ചി പുറയിൽ നിപ്പുണ്ട്, പുറയിലോട്ട് തിരിഞ്ഞു നോക്കൂ. ഹായ് ചേച്ചി, എന്നെ പുറയിൽ നിന്ന് വിളിക്കുന്നത് സർപ്രൈസ് ചെയ്യാനായിരിക്കും. ഹായ്. എന്താണ് കൺമണി മോളെ നിനക്ക് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നേ? പ്രേതോ എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. എന്താണ് കൺമണി മോളെ നീ ചുമ്മാതെ പിച്ചും പയ്യം പറയുന്നേ? വാ അകത്തോട്ട് വാ. കൺമണി മോളെ നീ എന്നും പറയണ്ട, അകത്തോട്ട് വരാനെന്ന്. എന്റെ അമ്മയെ പുറത്ത് എന്തൊരു വെയിലാ. എടി കൺമണി മോളെ നിന്റെ പേടി ഇതിനെ മാറ്റിയില്ലേ? ഒന്ന് പോടി കൺമണി മോളെ, നീ അല്ലേ പ്രേതത്തിനെ കാണുന്നേ? പ്രേതോ? ഞാനൊന്ന് കാണട്ടെ ആ പ്രേതത്തിന്. ഏത് പ്രേതം അത്? ഇവിടെ ഒരു പ്രേതം ഇല്ലല്ലോ. എന്റെ കൺമണി മോളെ സത്യം പറഞ്ഞ നിനക്ക് എന്ത് പറ്റി? ഈ ലോകത്ത് പ്രേതമില്ല ഭൂതമില്ല ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് വാ കൺമണി മോളെ, അമ്മ കോഫി ഇട്ട് വെച്ചിട്ടുണ്ട്, കോഫി കുടിക്കാം വാ.
സംസാരിക്കുന്നേ? ആഹാ മക്കളെ നിങ്ങളായിരുന്നു. ഈ കൺമണിമോൾ എന്തോ പറയുന്നേ? പ്രേതത്തിനെ പേടിയായിരുന്നു. ഏത് പ്രേതം? ഈ കൺമണിമോളാണെ മുറ്റത്തെ ചെയ്തോണ്ട് പ്രേതത്തിനെ കണ്ടെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുക. അവൾക്ക് ചുമ്മാ അത് തോന്നുന്നല്ലാതെ. ആ മക്കള് പേടിക്കണ്ട, പ്രേതത്തിനെ കാണാൻ അമ്മ തല്ലി ഓടിച്ചോളാം. മോള് പേടിക്കണ്ട മോളെ, എത്ര വലിയ പ്രേതമാണെങ്കിലും അമ്മ തല്ലി ഓടിച്ചോളാം. മോള് പേടിക്കണ്ട. ഇനി പൊക്ക രണ്ടുപേരും അങ്ങോട്ട്. അമ്മക്ക് അടുക്കള കൊറേ ജോലിയുണ്ട്. ചിരി വരുന്നു പ്രേതത്തിനെ കൊണ്ട് വന്നേക്കുന്നവര്. കുഞ്ഞിപ്രേതം ഞാനൊരു കുഞ്ഞിപ്രേതം, കുഞ്ഞിപ്രേതം ഞാനൊരു കുഞ്ഞിപ്രേതം. അയ്യോ എന്റെ അമ്മ, ഇതെന്തോ സാധനം ഇത്? ഇതെന്തോ ഇത് ഡാൻസ് ചെയ്യുന്ന അമ്മ? ഇത് പ്രേതമല്ലേ? കുഞ്ഞു പ്രേതം. ആന്റി എനിക്ക് ഒരു ഗ്ലാസ് ചോര തരാവോ? എന്തൊരു ഒച്ച ഉണ്ടാക്കുന്ന ആന്റി, മിണ്ടാണ്ടിരി അവിടെ. എനിക്ക് ഒരു കപ്പ് ചോര തരാൻ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, അല്ലേ നിങ്ങളെ വേണമെന്ന് ഞാൻ പറഞ്ഞു. നിനക്ക് അവിടുന്ന് ഞാൻ ഒരു കപ്പ് ചോര തരാൻ. ഒന്ന് പോ കുട്ടി പിശാചേ. എനിക്ക് ഒരു കപ്പ് ചോര കിട്ടിയില്ലെങ്കിൽ ഒരു ടാങ്ക് രക്തം കിട്ടുമല്ലോ നിങ്ങളുടെന്ന്. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ല കുട്ടി പിശാചേ. ഞാനാ കുട്ടി പിശാചി, ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ എന്റെ ഭഗവാനെ, പ്രേതം എത്ര പെട്ടെന്ന് വലുതായോ. അയ്യോ എന്ത് ചെയ്യും? എന്തിനാ ആന്റി എന്നെ കുട്ടി പിശാച് എന്ന് വിളിച്ചേ? ഇപ്പൊ ഞാൻ കുട്ടി പിശാച് അല്ലല്ലോ, ഇപ്പൊ വലിയ പിശാചായില്ലേ. ആന്റി ഒരു കപ്പ് ചോര എനിക്ക് കുടിക്കാൻ തരുന്നുണ്ടോ? അത് ആന്റിയുടെ ചോര മൊത്തം ഊറ്റി കുടിക്കണോ ഞാൻ? അത് ഞാൻ അവിടെ ഒരു കപ്പ് ചോര തരാനാ. അന്ന് ആന്റിയുടെ ദേഹത്തുനിന്ന് തന്നെ ചോര എടുക്കാം. വാ ആന്റി ഇങ്ങോട്ട്. ഞാനൊന്നും വരത്തില്ല, പോ പ്രേതമേ. ആന്റിയോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. ഓം നമ ശിവായ, ഓം നമ ശിവായ. അയ്യോ ആര് അമ്പലത്തിലെ പാട്ട് പാടുന്നു? എനിക്ക് പേടി അമ്പലത്തിലെ പാട്ട്. ഈ പ്രേതത്തിന്റെ അമ്പലത്തിലെ പാട്ട് പേടിയല്ലേ? അല്ല ഇപ്പൊ ആരെ പാട്ടും പാടിക്കൊണ്ട് കിടന്ന അമ്പലത്തിലെ? ആ കണ്ണനാണല്ലോ. കണ്ണൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് പാട്ട് പാടാൻ പറയാ. മക്കളെ കണ്ണ ഓടി വാ മക്കളെ. എന്താ അമ്മേ? മക്കളെ മുമ്പിലോട്ട് നോക്ക്. അയ്യോ എന്റെ അമ്മയെ, പ്രേതം വല്യത്. മക്കളെ എപ്പോഴാണെങ്കിലും അമ്പലത്തിൽ ഒരു പാട്ട് പാടില്ല, ഒന്ന് പെട്ടെന്ന് പാട്. ഓം നമ ശിവായ, ഓം നമ ശിവായ. മിണ്ടാണ്ടിയുടെ ചെറുക്ക, എനിക്ക് പേടി വരുന്നേ. എടാ ചെറുക്ക, നീ ഒരു പ്രാവശ്യം ആ പാട്ട് പാടുവാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കരിഞ്ഞു പോകും. അയ്യോ ആഹാ അത്രക്കായി, നിന്നെ ശരിയാക്കി തരാം. ഓം നമ ശിവായ. മക്കളെ ആ പ്രേതം പോയി. ഓ രക്ഷോട്ടാ, പ്രേതം പോയി. ഓ മക്കൾ എന്തായാലും കറക്റ്റ് സമ്മത്താണല്ലോ. അമ്പലത്തിലെ ഓം നമ ശിവായ എന്ന് പറഞ്ഞ പാട്ടും പാടിക്കൊണ്ട് നടന്നേ. ഓ ഭാഗത്തിന് ഞാൻ ആ പാട്ടും പാടിക്കൊണ്ട് നടന്ന. അല്ലേ അമ്മയുടെ കഥ ഇപ്പൊ തീർന്നേനല്ലോ. മക്കള് കൺമണിമോള് പറഞ്ഞില്ലേ വലിയ പ്രേതമെന്ന്? എനിക്ക് വന്ന് കൺമണിമോള് പറഞ്ഞ പ്രേതം ഇതാ. ആ ശരി അമ്മ, ആ കൺമണിമോള് പറഞ്ഞ സത്യമാ. നമ്മളെല്ലാരും കൂടെ കൺമണിമോളിട്ട് കളിയാക്കിയില്ലേ. എന്തായാലും പാവം കൺമണിമോള്. നമുക്ക് എന്തായാലും കൺമണിമോള് ചെന്ന് നോക്കാം.